അപ്പൊ നമ്മളിതാ കെട്ടും പാണ്ടൊക്കെ ആയിട്ട് വലിയൊരു ട്രിപ്പ് പോകുന്ന പോലെ അന്തരീക്ഷത്തിൽ ഉണ്ടെങ്കിലും എല്ലാം നമ്മളെ അടുത്തേക്ക് പോകുന്ന വെച്ചേ ഇങ്ങോട്ട് വെക്കിട്ട് പറയടോ. മാള ചേച്ചിന്റെ വീട്ടിലേക്ക് പോവാന്നേ, അതായത് എന്റെ ചേച്ചിന്റെ വീട്ടിലേക്ക് പോവാന്ന് കേട്ടാ. നമ്മൾ ഇതിന് മുന്നേ ഒരിക്കൽ പോയിട്ടുണ്ടായിനെ, ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. അപ്പൊ പോയിട്ട് 2 ദിവസം നിന്നിട്ടാണ് വന്നിട്ടുണ്ടായത്. അപ്പൊ ഇപ്പൊ വീണ്ടും പോവാന്ന്. ഇന്നൊരു സ്പെഷ്യാലിറ്റി ഇവിടെ ഉണ്ട്. പൊന്നുവിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന്. പക്ഷെ പൊന്നുവിനോട് നമ്മൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഞാനേ വന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിന് എന്തായാലും വരണം എന്നെല്ലാം. നമ്മള് പറ്റൂല, ഇപ്രാവശ്യം വരല് നടക്കൂല, അടുത്ത ആഴ്ച എങ്ങാനും നോക്കിയിട്ട് വരാന്നെല്ലാം പറഞ്ഞിട്ടുള്ളത്. പൊന്നുവിന് അറിയില്ല നമ്മള് വരുന്നുണ്ട് എന്നുള്ള കാര്യം. ചേച്ചിക്ക് മാത്രമേ അറിയൂ. എന്നാ ഞാമിക്കുട്ടി പറയുന്നേ? ഞാമിക്കുട്ടിയെല്ലാം തണുപ്പ് പിടിച്ച് ജലദോഷവും കഫക്കെട്ടും എല്ലാം ആയിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടേനു കേട്ടോ. 2-3 ആഴ്ചയോളായിട്ട് ഇപ്പാണ് ഏകദേശം ഒന്ന് ഓക്കെ ആയത്. അങ്ങനെ നമ്മള് കൊറേ യാത്ര ചെയ്ത് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് കൊറേ ദൂരം ഇരുന്ന പോലെ തോന്നുന്നു കേട്ടാ, അല്ലെങ്കിൽ കുറച്ചും കൂടെ വേഗത്തിലുണ്ട് തോന്നുന്നു. ഇന്ന് കൊറേ ദൂരം ആയ പോലെ ഫീൽ ചെയ്യുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു റോഡില്, വൈകുന്നേരം സമയല്ലേ. അപ്പൊ നമ്മള് നേരെ വീട്ടിലേക്ക് കയറട്ടെ. വീട് മറന്നു പോയാ നീച്ചല്? വീട് മറന്നു പോയാ നീച്ചോട്ടെ? വീടെല്ലാം കാണുന്നില്ലല്ലോ. ഇലയായിട്ട് വീട് കാണുന്നില്ല എന്റെ മോക്ക് അല്ലേ? ബാക്കിലേ പോകുന്നുണ്ട്. അത് പിടിച്ചോ. ഇല്ല സർപ്രൈസ്. ഹാപ്പി ബർത്ത്ഡേ പൊന്നേട്ടാ. പൊന്ന് പ്രതീക്ഷിച്ചോ? എങ്ങനെ പ്രതീക്ഷിച്ചേ? മാളിനോട് പറഞ്ഞ വരുന്നുണ്ട്. പിന്നെ എങ്ങനെ? പിന്നെ വെറുതെ അടിച്ചത് തട്ടിപ്പ്. കഷ്ടപ്പെട്ടത് അതെല്ലാം നശിപ്പിക്കുന്നുണ്ട് കേട്ടാ. അതില് പൊട്ടിച്ചെടുത്ത അതിലൊട്ടി. അതെയാ? എന്റെ മോള് പറഞ്ഞ് എഴുതിച്ചാന്ന് എന്നെ കൊണ്ടിതാ. അത് ഇത്ര വരെ എഴുതിയിട്ട് ഞാൻ ഓളെ കയ്യിൽ കൊടുത്തു. ഞാൻ വരുമ്പോണ്ട് കൊറേ ലവും 9 A+. ഞാൻ ചോദിച്ചു അതെന്ത്? പൊന്നോട്ടൻ 50 പഠിക്കുന്ന A+ കാണിക്കണം എല്ലാം എഴുതിയത് നീച്ചുട്ടിയുടെ വക അല്ലേ? നമ്മൾ പോകുമ്പോഴേക്ക് പ്രൊമോട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടായത്. കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ പുറത്തുനിന്നാണ് ഉണ്ടാക്കൽ. പ്രൊമോട്ടൻ അടിപൊളിയായിട്ട് ബിരിയാണിയെല്ലാം ഉണ്ടാക്കുവേ. അപ്പം അതവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പിള്ളേർ പോയ ഉടനെ കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിച്ചും മാളും ഇപ്പം ഭയങ്കര കൂട്ടായിട്ട് കളിക്കാൻ തുടങ്ങി. കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പം വരെ നിച്ചുട്ടി കുറച്ചും കൂടെ ചെറുതല്ലേ, അപ്പോൾ അവർക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല. ഇപ്പം പക്ഷേ എൻജോയ് ചെയ്ത് ചേച്ചി അനിയത്തിയും കൂടെ കളിക്കാൻ തുടങ്ങി. ഞാൻ പോയ ഉടനെ തന്നെ യാമിക്കുട്ടിക്ക് ഒരു പഴം എടുത്ത് കൊടുത്തു. കുറേ നേരമായില്ലേ ഫുഡൊന്നും കഴിച്ചിട്ട്, അവിടെ പഴം എടുത്ത് കൊടുത്തു. പിള്ളേർ കളിക്കുന്നത് കണ്ടുകൊണ്ട് അതെല്ലാം നോക്കി ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു യാമീസ്. വണ്ടിയിൽ അച്ഛന്റെ ബൈക്കില് അവളെന്നെ കാണുമ്പോ കാര്യമല്ലോ, എനിക്കറിയില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും അച്ഛനും എന്തമ്മയും കൂടെ വന്നിട്ടുണ്ടായിനെ. അപ്പോൾ എല്ലാവരും കൂടെ ഒരു ദിവസം നിൽക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒത്തുകൂടിയതാണ് കേട്ടോ. അപ്പോൾ ചായയെല്ലാം വെച്ച് എല്ലാവരും കൂടെ ഇരുന്നിട്ട് ചായയെല്ലാം കുടിച്ച് ഈ ഒരു സമയമല്ലേ നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റിയ സമയം. എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുകൂടിയിട്ട് കുറേ ആയി. യാമിക്കുട്ടി ഇപ്പോൾ കുറച്ച് വലുതായി പിന്നെയാണ് ഇങ്ങനെ എല്ലാവരും കൂടെ ഒത്തുകൂടാനൊക്കെ തുടങ്ങിയത്. അങ്ങനെ കുറേ നേരം വർത്തമാനം പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ട് ചായയെല്ലാം കുടിച്ചു. അച്ഛനും എന്തമ്മയും വന്നിട്ടുണ്ടേ. അങ്ങനെ എല്ലാവരും കൂടെ കുറച്ച് ദിവസം ഒരുമിച്ച്, കുറച്ച് ദിവസമില്ല 2 ദിവസം ഒരുമിച്ച് നിൽക്കാന്ന് വെച്ചിട്ടാണ്. അങ്ങനെ എല്ലാവരും എത്തിയിട്ട് ഒന്നിരി യാമിക്കൊരു പരിചയക്കുറവുണ്ട് കേട്ടോ. എല്ലാവരും കണ്ടിട്ട് ഒന്ന് കുറച്ചായില്ലേ, ഗ്യാപ്പായില്ലേ കണ്ടിട്ട്. അച്ഛൻ വരും, അച്ഛത്ത് ഇനിയിപ്പോൾ കേക്ക് മുറിക്കാനുണ്ട്. പൊന്നിൻ്റെ ബർത്ത്ഡേ ഇന്ന് എക്സാം ഉണ്ടായിനെ പൊന്നുവിന്. അതുകൊണ്ടാണ് നമ്മൾ രാത്രി ആക്കിയത് സെലിബ്രേഷൻ.
താഴെ എത്തുമ്പോഴേക്ക് ഇതാ കേക്കൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിനി ഹാപ്പി ബർത്ത്ഡേ പ്രണവ് എന്നൊക്കെ എഴുതിയിട്ട്. അപ്പോൾ അധികം വൈകാതെ തന്നെ കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഫുഡൊക്കെ കഴിക്കേണ്ടതല്ലേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആരും എല്ലാരും പാടറോ പൊന്നോ. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും കൂടെ ഷെയർ ഒക്കെ ചെയ്ത് നല്ല ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് ആയിരുന്നു. നമുക്ക് അധികം എന്ന് പറയാൻ വേറെ ആരും വരാനും പോവാനോ ഒന്നുമില്ല. എനിക്കൊരു ഏച്ചിയും ഏച്ചിക്കും ഒരു അനിയത്തിയും അത്ര മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എല്ലാം പോവും വരികയും ചെയ്യുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അച്ഛനും എന്തമ്മയും കൂടി ഉള്ളത് കൊണ്ട് ഡബിൾ ഹാപ്പിയായി. എല്ലാവരും കൂടിയുള്ള ആ ഒരു മൊമെന്റ് ആയല്ലോ. അതുകൊണ്ട് പൊന്നുവിനും ഭയങ്കര സന്തോഷമായി. ബർത്ത്ഡേക്ക് ഇങ്ങനെ എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടെല്ലാം കുറേ ആയി. കുഞ്ഞു മക്കൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ ബർത്ത്ഡേയിൽ നമ്മൾ ആഘോഷിക്കുന്നുള്ളൂ. ഇപ്പോൾ കുറേ ആയി. അതുകൊണ്ട് പൊന്നിനും ഭയങ്കര ഹാപ്പിയായി എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട്. എന്താ കളിക്കുന്ന വാവാ? പൊന്നേട്ടനപ്പുറം കളിക്കുവാ? ആദ്യാ ചേച്ചിമാരെ വാവ്, ഹെയർ സ്റ്റൈലിൽ രണ്ടാളും രാവിലെ മുതൽ ഒരുക്കത്തിലാണേ. നോക്കട്ടെ നാളെ ഹെയർ സ്റ്റൈലെല്ലാം കാണിച്ചിട്ടുണ്ട്. അമ്പോ കയ്യിലപ്പ നിച്ചിനെ കടിക്ക്. സൈഡിലെല്ലാം കുത്തി വെച്ചിന്, ക്ലിപ്പെല്ലാം കുത്തിയിട്ടുണ്ടാ? ചേച്ചി അനിയത്തി സ്വർഗം കിട്ടിയ കളിയാണേ. ഇന്നലെ മുതൽ ഒരേ കളിയാണ്. ഏച്ചോ പാപ്പിനിശ്ശേരി പോണ്ടേ? പോന്നില്ല? എടുക്കൂന്ന് അമ്മ നിക്കണ? പിള്ളേർ ചോറ് കളി, ചോറ് കളി. യാമിക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടേ. നമ്മൾ മേലേക്ക് വന്നതാണ്. ചേച്ചി അലക്കാൻ വേണ്ടി ഇടാൻ വന്നിനെ. അപ്പോൾ മേലേക്ക് വന്നതാണ്. ഇല്ലേ വലിയ കൊടുത്തു, വലിയ എമ്മ വലിയ ഒത്തു. നിന്റെ പകരം നിന്റെ മോനെ ആവില്ല. ഇതാ വാവ്, പൊന്നേട്ടൻ. പൊന്നേട്ടൻ എക്സാം അല്ലേ? തിങ്കളാഴ്ച പരീക്ഷ? തിങ്കളാഴ്ച ഇല്ല, ചൊവ്വാഴ്ച. ചൊവ്വാഴ്ച ഇംഗ്ലീഷാ? ഇവിടെ ചുറ്റിലും മരങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ചൂട് കുറവാണ് കേട്ടോ. നമ്മളെ വീട്ടിൻ്റെ അത്ര ചൂടില്ല. ഫുള്ളായിട്ട് ചുറ്റിലും തെങ്ങും മരങ്ങളും എല്ലാം ആയിട്ട് നല്ല ഒരു തണുപ്പാണ് കേട്ടോ. വൈകുന്നേരം സമയത്തെല്ലാം ഇരിക്കാനെല്ലാം നല്ല സുഖമാണ്. അടുക്കളപ്പുറത്ത് പ്രത്യേകിച്ച് ഇരിക്കാൻ നല്ല സുഖമാണ്. നല്ല കാറ്റെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് അവിടെ തന്നെയാണ് കേട്ടോ മിക്കവാറും ഇരുന്നത്. അപ്പോൾ അച്ഛൻ വന്നപ്പം ഒരു പപ്പായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നല്ല പഴുത്ത പപ്പായ. അപ്പോൾ അത് മുറിച്ചിട്ട് പിള്ളേർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചേച്ചി അതും മുറിച്ചുകൊണ്ടിരിക്കുമെന്ന്. പിന്നെ ഞാൻ മേലെ പോയ സമയത്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഊഞ്ഞാലാടി. അവിടെ ഇരിക്കാൻ ഒരു നല്ല പ്രത്യേക സുഖമുണ്ട് കേട്ടോ. നമ്മളെല്ലാം മേലെയാണെങ്കിൽ പകൽ സമയത്തൊന്നും പോവാനേ പറ്റൂല ചൂട് കാരണം. പക്ഷെ ഇവിടെ നല്ല രസമുണ്ടായിരുന്നു ഇരിക്കാൻ. ചെറിയൊരു കാറ്റെല്ലാം ആയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഊഞ്ഞാലാടി. പിള്ളേരെല്ലാം താഴെ കളിക്കുമെന്നേ. അവിടെ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കുറച്ച് സമയം അവിടെ എൻജോയ് ചെയ്തു. അവിടെ ഊഞ്ഞാലുണ്ടോ? എന്നാ നിച്ചുവിനോട് ഊഞ്ഞാലുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിച്ചു വരട്ടെ. ഞാൻ പോയിട്ട് വിളിച്ചു. നമ്മൾ ഈച്ചിൻ്റെ പറമ്പിലേക്ക് പോയതാണ്. അവിടെ മാളൂസിന് ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ, സാരീനെ കൊണ്ട്. നല്ല രസമുണ്ട്. ആ ഒരു ഊഞ്ഞാലാടുമ്പോൾ പണ്ടത്തെ കാലത്ത് സാരിയെല്ലാം കെട്ടിയിട്ട് ഊഞ്ഞാലാടുന്നത് ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് പച്ചക്കറിയെല്ലാം നട്ടിട്ടുണ്ടായിന് ഇവർ. അത് ഒന്ന് പറിക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അതിന് തന്നെ കുറച്ച് സപ്പോർട്ട് ഉണ്ടായിന്, അതൊക്കെ ഒന്ന് പറിച്ച് വെച്ച്. പിന്നെ നമ്മുടെ നരമ്പനുണ്ടല്ലോ, താലോലി എന്നും പറയും നമ്മൾ, നിങ്ങളെന്താ പറയുക, പൊട്ടിക്കാന്ന് പറയലുണ്ട് ചിലവർ. ആ സാധനം ഉണ്ടായിനെ. അപ്പോൾ അത് കുറച്ചെണ്ണം ഉണ്ടായത് അങ്ങനെ പറിച്ചെടുത്തു. നമ്മൾ ഇങ്ങനെ നട്ട് നനച്ചുണ്ടാക്കിയത് ഇങ്ങനെ പറിക്കുമ്പോൾ നമ്മളെ പറമ്പ് തന്നെ പറിച്ചിട്ട് ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ അല്ലേ. എനിക്ക് പണ്ട് അമ്മേൻ്റെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവലുണ്ട്. ഇത് കൃഷി ചെയ്തിട്ട് അത് ഓർമ്മ വന്നു കേട്ടോ പറിക്കുന്നത്. അങ്ങനെ കുറച്ചെണ്ണം മൂത്തത് നോക്കിയിട്ട് അങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട്. പ്രമോട്ടിന് കൃഷിയിലെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞാൻ കഴിഞ്ഞ വർഷം ഇവർ ചെയ്തതൊക്കെ പോയിട്ട് കാണിച്ചിട്ടുണ്ടായിട്ടില്ലേ. അപ്പോൾ പിന്നെ ഇപ്പോൾ ഏച്ചിയും എല്ലാവരും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം എല്ലാം വേറെ എന്തെല്ലോ കൃഷി ചെയ്തിട്ടുണ്ടായിന്. ഇപ്രാവശ്യം അതൊന്നുമില്ല. ഇതും കുറച്ച് വെണ്ടക്കയും അങ്ങനെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ.
പിന്നെ മത്തനും കുമ്പളും അതൊക്കെ ഉണ്ടായതിന് പോലും പക്ഷെ കുറച്ച് ചെറുതാവുമ്പോൾ തന്നെ അത് ചീഞ്ഞു പോകുന്നു എന്നുള്ള അവസ്ഥ. പ്രത്യേകിച്ച് ഇപ്രാവശ്യം ചൂടൊക്കെ അധികം ആയതുകൊണ്ടായിരിക്കും പച്ചക്കറിയൊന്നും അങ്ങനെ നിൽക്കുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ടായിന്. എന്നാലും കിട്ടിയത് ഇത്ര പോരെങ്കിലും കിട്ടിയല്ലോ എന്ന് വിചാരിച്ച് സമാധാനിക്കാം. യാമിക്കുട്ടി വന്നിട്ടില്ല കേട്ടോ. യാമിക്കുട്ടി ഏട്ടനും വീട്ടിൽ തന്നെ ഉണ്ടായേ. വെയിലായതുകൊണ്ട് യാമീനെ ഇങ്ങോട്ടേക്ക് കൂട്ടിയിട്ടില്ല. പിന്നെ പുല്ലും ഇതൊക്കെ തട്ടി പുഴുവൊന്നും തട്ടണ്ടെന്ന് വെച്ചിട്ട് അവിടുന്ന് ജോറ് കളിയിലാണ് കേട്ടോ. അപ്പം നമ്മൾ വേഗം പോയിട്ട് പറിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ്. തലേനെ പറിച്ച് വെച്ചിട്ടില്ല വാടി പോണ്ടാന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടായിനെ, അതും കൂടെ പറിച്ച് വെച്ചു. ഈ വെണ്ട പറിക്കുമ്പോഴല്ല കൈ ചൊറിഞ്ഞ് പണ്ടാരടങ്ങിന്. അത് എന്താണെന്ന് അറിയില്ല. സാധാരണ അങ്ങനെ ഉണ്ടാവലുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത്ര ചൊറിച്ചൽ ഉണ്ടാവലുണ്ടോ എന്ന് അറിയില്ല. ഫുള്ള് പറിച്ച് കഴിയുമ്പോഴേക്ക് നല്ലോണം ചൊറിയുന്നു. കഴുകിയിട്ടും പോകുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഓക്കെ ആയത്. പറിക്കുന്ന സമയത്ത് ചേച്ചി പറഞ്ഞു ഇത് പറിക്കുമ്പോൾ സാധാരണ ചൊറിയലുണ്ട് എന്നുള്ള കാര്യം. അപ്പം അതിൻ്റെ ആ ഒരു രോമം പോലത്തെ സംഭവം ഉണ്ടല്ലോ വെണ്ടക്ക്, അത് തട്ടിയിട്ടാന്ന് തോന്നുന്നു ഒരേ ചൊറിയലായിരുന്നു. നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചിട്ടാണ് കേട്ടോ ഈ ബർത്ത്ഡേ പരിപാടിക്ക് വന്നത്. അതുകൊണ്ട് ഒരു ദിവസത്തെ ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ. തൊട്ടടുത്ത ദിവസം നിച്ചൂട്ടിക്ക് സ്കൂളിലെല്ലാം പോകണം, പിള്ളേർക്കും എക്സാം എല്ലാം ആണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകേണ്ട സമയം ആയിട്ടുണ്ട് ഏകദേശം. ഇനി ഫുഡും കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം അങ്ങ് ഇറങ്ങണം. അത്ര വേഗം സമയം പോകുന്നേ വന്നിട്ട് ഒരു ഡേ ഇതാന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ഇനിയിപ്പം വെക്കേഷൻ ആയല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. ഇവർക്ക് അങ്ങോട്ടേക്കും നമ്മൾ ഇങ്ങോട്ടേക്കെല്ലാം ആയിട്ട് കുറച്ച് ദിവസം പിള്ളേർക്ക് കളിക്കാനൊക്കെ കിട്ടും. കളിച്ച് മതിയായിട്ടില്ല കേട്ടോ. രണ്ടാളും ചോറ് കളി അമ്മേ ആയിട്ടില്ല പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായി നിച്ചൂട്ടി. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മൾ ഇറങ്ങുവാന്ന് കേട്ടോ. പോകുന്ന സമയത്ത് എല്ലാവർക്കും സങ്കടമായി. ഇവർക്കും സങ്കടമാണ്, നമുക്കും സങ്കടമാണ്. പിള്ളേരുടെ മുകളിൽ മാറിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ വീണ്ടും കാണാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി.